ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പ്ലാങ്ക് എന്ന് പറയുന്ന വ്യായാമത്തെക്കുറിച്ച്. ഓക്കെ, പ്ലാങ്ക് എന്ന് പറയുന്ന എക്സസൈസ് നമ്മുടെ കോർ സ്റ്റെബിലിറ്റിക്കും കോർ സ്ട്രെങ്തനിങ്ങിനും അതിനൊക്കെ നമ്മുടെ ബോഡി പോസ്ചർ കൃത്യമാക്കാനും നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാങ്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിലും മിക്കവാറും ആൾക്കാർക്ക് ഈ പ്ലാങ്ക് നേരെ ചുവനെ ചെയ്യാനറിയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല, അവർക്കത് കൃത്യമായിട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൻ വീഡിയോയാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം പ്ലാങ്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഹൈ പ്ലാങ്ക്, അതേ കണക്ക് തന്നെ എൽബോ പ്ലാങ്ക്, അതേ കണക്ക് തന്നെ സൈഡ് പ്ലാങ്ക്. ഞാനിപ്പോൾ ഈ ഒരു ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് സൈഡ് പ്ലാങ്കാണ്. ഓക്കെ, അപ്പം ഇതൊന്നും തന്നെ മിക്കവാറും ആൾക്കാർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, അവർക്ക് അതിനുള്ള പവറില്ല, അവർ പെട്ടെന്ന് തന്നെ താഴോട്ട് വീണ് പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്ലാങ്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ തന്നെ പ്ലാങ്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ നമ്മുടെ പ്ലാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഹൈ പ്ലാങ്ക്. ഓക്കെ, ഹൈ പ്ലാങ്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹൈ പ്ലാങ്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ തുടക്കക്കാർക്ക് ശീലിക്കാം. ഓക്കെ, ഇങ്ങനെ കിടന്നിട്ട് കൈ ഇങ്ങനെ കുത്താം ഫ്ലോറിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് രീതി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഉയരത്തിൽ ഇങ്ങനെ നമ്മുടെ ഒരു ഗ്ലൂട്ട്സൊക്കെ ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനാണ് നമ്മൾ ഹൈ പ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നീ ഉണ്ടല്ലോ, കാൽമുട്ട് ഇതേപോലെ ഫ്ലോറിൽ കുത്തിക്കൊണ്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. കണ്ടില്ലേ, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതേ കണക്ക് നിങ്ങളുടെ കാൽമുട്ട് ഫ്ലോറിൽ ഇതേ കണക്ക് ഉറപ്പിക്കാം, ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് വരാം. ഷോൾഡർ ലെവലിൽ നിങ്ങളുടെ കൈ വെച്ചുകൊണ്ട് ഇതേ കണക്ക് വരാം. സ്ട്രെയിറ്റ് ആവണം. ഓക്കെ, പാരലായിട്ട് ഇതേപോലെ. അതിനുശേഷം ചെറുതായിട്ട് നിങ്ങളുടെ കാലുകളൊന്ന് ഉയർത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇങ്ങനെ ഒന്ന് ഉയർത്തുക. ജസ്റ്റ് നമ്മുടെ കൈകൾക്കൊരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കോർ മസിലൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ കോർ മസിൽ നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ നിൽക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു കാൽമുട്ടിൽ ഒരു മുട്ട് പതുക്കെ ഒന്ന് പൊക്കി, മറ്റേ മുട്ട് അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തിയിരിക്കണം. നിങ്ങളുടെ ഒരു കാലിൻ്റെ മുട്ട് പതുക്കെ ഫ്ലോറിൽ നിന്ന് ഉയർത്തിയിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആക്കാം. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ മറ്റേ മുട്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക, ഉറപ്പിക്കുക. ഓക്കെ, ഇതേ കണക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സാവധാനം നിങ്ങളുടെ അടുത്ത മുട്ട് പതുക്കെ ഉയർത്താനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കണ്ടില്ലേ. അപ്പോൾ നിങ്ങളിത് ഈ ഒരു പൊസിഷനിൽ വരും. അപ്പം നിങ്ങൾക്ക് തീരെ ആ രണ്ട് മുട്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് പൊക്കിയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു പഴയ പൊസിഷനിലോട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ടും പറ്റും. ഓക്കെ, നിങ്ങളുടെ കാലിൻ്റെ ആ മുട്ട് ഫ്ലോറിൽ വെക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് രീതി എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ നോർമൽ പ്ലാങ്കിൻ്റെ പൊസിഷനിലോട്ട് വരാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എൽബോ പ്ലാങ്ക്. കോമൺ ആയിട്ട് മിക്കവാറും ആൾക്കാരെല്ലാം ചെയ്യുന്ന ഒരു പ്ലാങ്ക് മെത്തേഡാണ് എൽബോ പ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇച്ചിരി ടഫായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ടും നിങ്ങൾ അതേ ഒരു മെത്തേഡ് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. നിങ്ങളുടെ എൽബോ അല്ല, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ കാൽമുട്ട് ഫ്ലോറിൽ കുത്തുക. അതിനുശേഷം നിങ്ങളുടെ എൽബോ ഇതേ കണക്ക് ഫ്ലോറിൽ വെക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ എൽബോ താഴെ മുട്ടിച്ച് വെച്ചിട്ട് നിങ്ങളുടെ നീയും അതേപോലെ തന്നെ നിങ്ങളുടെ കാൽമുട്ടും താഴെ ഇതേപോലെ ഉറപ്പിച്ച് നിർത്തുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ കണ്ടില്ലേ, ഈ ഒരു പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ബോഡി വരേണ്ടത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കാൽമുട്ട് പതുക്കെ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക, മറ്റേ കാൽമുട്ട് അവിടെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഇതേ കണക്ക്. അപ്പോൾ നിങ്ങളുടെ ബോഡി ഈ ഒരു ലെവലിലെത്തും. ഇതേ കണക്ക് കണ്ടില്ലേ, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇതേ കണക്കായിരിക്കണം നിങ്ങളുടെ ബോഡി പോസ്ചർ. നിങ്ങളുടെ ബ്രീത്തിങ് നിങ്ങൾ നോർമലായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തോളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത ആ ഒരു കാൽമുട്ടും കൂടെ പതുക്കെ ഫ്ലോറിൽ നിന്ന് ഉയർത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമുക്കൊന്നും കൂടെ നോക്കാം. ഇതേപോലെ നിങ്ങൾക്ക് കാലിന് മുട്ട് ഫ്ലോറിൽ വെക്കാം. ഇതേ കണക്കായിരിക്കണം നിങ്ങളുടെ ബോഡി പൊസിഷൻ. അതിനുശേഷം നിങ്ങളുടെ കാൽമുട്ട് പതുക്കെ ഒരെണ്ണം ഇങ്ങനെ ഉയർത്തുക. അപ്പോൾ നിങ്ങളുടെ ബോഡി ഈ ഒരു രീതിയിലാവും. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാൽമുട്ടും പതുക്കെ ഫ്ലോറിൽ നിന്നും ഉയർത്താനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു പ്ലാങ്കിൻ്റെ ഒരു പൊസിഷനിൽ വരും. അപ്പം നിങ്ങൾക്ക് പടിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് ഇത് ഇങ്ങനെ ശീലിച്ചുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്ലാങ്കിൻ്റെ പൊസിഷനിൽ എളുപ്പത്തിൽ വരാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത സൈഡ് പ്ലാങ്കാണ്. അപ്പോൾ സൈഡ് പ്ലാങ്ക് ചെയ്യാനായിട്ട് സൈഡ് പ്ലാങ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സൈഡ് പ്ലാങ്ക് ചെയ്യാനായിട്ട് ഇതേ കണക്ക് നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ ഇതേപോലെ നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാം കേട്ടോ. ഇതേ കണക്ക് ഞാൻ ഈ വെച്ചിരിക്കുന്ന കണക്ക് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈ ഇതേപോലെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ ഒരു പൊസിഷനിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഇതേ കണക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം.
ഓക്കെ, ഇതേ കണക്ക് കാൽമുട്ട് ഒരല്പം ബെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പൊസിഷൻ കണ്ടോ, കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് സൈഡിലോട്ട് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് നിൽക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഉയർത്തിതാണ്ട ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ കണക്ക് വെക്കുക. വളരെ സിമ്പിളാണ്, വളരെ നിസ്സാരമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അപ്പം ആദ്യം ഞാൻ അടുത്ത സൈഡിൽ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം ഇതേപോലെ കാല് മുട്ടുകൾ ഇതേപോലെ ബെൻഡ് ചെയ്യുക. അതിനുശേഷം ഒരു സൈഡ് പ്ലാങ്ക് രീതിയിൽ കൈകൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതുക്കെ ഉയരാം. നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഉയരാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേപോലെ ഫ്രണ്ടിലോട്ട് വെക്കുക. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാലും നിങ്ങൾക്ക് ഇതേ കണക്ക് ഒന്ന് നിവർത്തി വെക്കാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു പഴയ പൊസിഷനിലോട്ട് വരിക. അതിനുശേഷം വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് വരിക. അതിനുശേഷം ഇതേപോലെ മുമ്പോട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കാല് കണ്ടോ ഈ ഒരു രീതിയിൽ വരും. അതിനുശേഷം കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ അനായാസം, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ശീലിക്കാം. ഒരൊറ്റ ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് പ്ലാങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്.